ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ കൊക്ര ഊട്ടി കുക്കിംഗ് ആണ് കേട്ടോ പരിപാടി. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വരിക. ഇത് എവിടെ നിന്നാണ് വന്നത്, ആരാണ് കൊണ്ടുവന്നതെന്നുള്ള ആ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഊട്ടി അറിഞ്ഞൂടാത്തവർക്ക് നമുക്ക് നല്ല രീതിക്ക് ബീഫിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. ബീഫിൻ്റെ ടേസ്റ്റിൽ നമുക്ക് ഇത് വെക്കാൻ കഴിയും. ഇത് കുറച്ചേ ഉള്ളൂ. ഇത് ഇപ്പം ചെറുതാണ് കേട്ടോ, ഇത് വലുതാവും. ഇതിപ്പോൾ ഒരുവിധം വലുതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കുക്കിങ്ങിലോട്ട് പോവാം. അറിയാവോ? അറിഞ്ഞൂടാ. അപ്പം സുലൈ ഇത് ആദ്യമായിട്ടാണ് കാണുന്നല്ലേ? അപ്പം ഇത് റെഡിയാക്കി തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് നല്ല രീതിക്ക് ക്ലീൻ ചെയ്യണം കേട്ടോ. ക്ലീൻ ചെയ്യാം നല്ല രീതിക്ക്. ഈ കറിയുള്ള ഇല്ല മണലുണ്ട് കേട്ടോ. മണലുണ്ടേ. മണലും വേറെ അഴുക്ക വേസ്റ്റുകളൊക്കെ ഉണ്ട്, അതെല്ലാം കളയണം. ഒരു 2-3 കഴിഞ്ഞു പോയി. അതിൻ്റെ മേലെ സ്വിച്ച് കേക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് ഞാനൊരു 4 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പുഴുങ്ങണം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ചെറിയ കലത്തിൽ കൊള്ളാനേ ഉള്ളൂ കേട്ടോ. അതിട്ട് അതിൻ്റെ പരാപരം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വന്നിട്ട് അടുപ്പ് കത്തിക്കാന്ന് പറഞ്ഞാൽ ഗ്യാസിലാണ് വേവിക്കുന്നത്. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വന്നിട്ട് ഇതിൻ്റെ തോടിനകത്തിട്ട് നമ്മളെ നഖമുണ്ടല്ലോ, നഖം പോലെയാണ് അതിൻ്റെ ഒരു അടപ്പ് വരുന്നത്. മാംസത്തിനകത്തുള്ള ഇത് വരുന്നത്. ഇതിൻ്റെ വേവ് നമ്മൾ ഉപ്പൊന്നും ഇടണ്ട കേട്ടോ. അപ്പോൾ വേവ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ സാധനം ഇളവിയിട്ട് ആ ഇറച്ചി കുറച്ച് നമുക്ക് ഇത് കാണാൻ കഴിയും. അത് നമ്മൾ ഇടയ്ക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. അതാണ് കേട്ടോ വേവ്. ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയുള്ള മസാല ഉണ്ടാക്കാനുള്ള പരിപാടി കഴിഞ്ഞു. മസാല ഒക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ സുലൈ ഏൽപ്പിക്കുകയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സുലൈ ഇവിടെ ഉള്ളിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. നമ്മുടെ ഊട്ടി വന്നിട്ട് ഒരുവിധം വേവായിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ വേവുണ്ടേ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാചകം കാണാനായിട്ട് രുദ്ര എണീച്ച് വന്നു കേട്ടോ. രുദ്ര ഉറക്കത്തിൽ കിടന്നു കൊടുത്ത സൗണ്ടൊക്കെ കേട്ട് രുദ്ര ചാടി എണീച്ച് രുദ്രയും വന്ന് ഇവിടെ അടുക്കള വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സംഭവം നമ്മുടെ വെന്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു മാറ്റി നമുക്കിപ്പോൾ അത് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെന്ന് നല്ല ചൂടായിരിക്കുമേ. അപ്പോൾ ഇത് ഞാൻ വൃത്തിയാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. കൂട്ടത്തിൽ ഏറ്റവും വലുത് തന്നെ എടുക്കണം കേട്ടോ. ഇതിൻ്റെ അകത്ത് നഖം പോലൊരു സാധനം കണ്ടോ? ആ നഖം പോലത്തെ സാധനം നമ്മൾ അതിൽ കുത്തിയിട്ട് ഇങ്ങനെ എടുക്കണം. ഈ സാധനമാണ് ഇതിൻ്റെ ഇറച്ചി എന്ന് പറയുന്ന സാധനം. ഇതാണ് അതിൽ നമ്മളിതാ ഈ നഖം പോലെ കാണുന്ന സാധനം ഇതുപോലെ ഇളക്കി കളയണം. കളഞ്ഞിട്ട് അതിൻ്റെ പുറകെ സൈഡിലൊരു പച്ച കളറിലൊരു ഇത് കാണും, ഒരു ലെയർ പോലെ. ആ ലെയറും നമ്മൾ വലിച്ചിളക്കി കളയണം. അത് ഫുള്ള് ക്ലീൻ ചെയ്തപ്പം ഇതാണ് വന്നിട്ട് ഇതിൻ്റെ ഇറച്ചി വന്നിട്ട് ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, മാരക ടേസ്റ്റാണ്. പിന്നെ ഈ ഭാഗത്ത് മണൽ കാണും. അത് നമ്മളിപ്പോൾ കൂടെ വൃത്തിയാക്കണം. എന്നാലും നമ്മളിത് കഴുകണം. ഇത് കഴിഞ്ഞിട്ട് കഴുകണം കേട്ടോ. അപ്പോൾ അതാണ് ഇനി ഇതുപോലെ എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് ആക്കുകയാണ് കേട്ടോ. ഓക്കെ,
സുഹൃത്തുക്കളെ എല്ലാം അതിൻ്റെ എല്ലാ ഇറച്ചിയും എടുത്തപ്പോഴും നമ്മുടെ ഈ പാത്രത്തിൽ ഇത്രയാണ് കിട്ടിയത്. മൊത്തത്തിൽ പറഞ്ഞാൽ എൻ്റെ ഒരു കൈപ്പിടിക്കുള്ള ഇറച്ചിയുണ്ട്. ഇതിന് നല്ല ക്ലീൻ ചെയ്തിട്ട് ഇതിനെ അരിഞ്ഞ് രണ്ടാക്കിയിട്ട് ഇതിൽ മസാല ചേർത്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എന്നിട്ട് ബാക്കിയുള്ള പരിപാടികളാണേ. ഇത് നമ്മളിതിൽ മസാലകൾ ചേർക്കുകയാണേ. മസാലകൾ വന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, കോൺഫ്ലവർ, ഇതെല്ലാം കൂടെ നമ്മളിതാ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊക്ര അല്ലെങ്കിൽ ഊട്ടി അതിലേക്ക് ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ ഇതാ മസാലയൊക്കെ തേച്ച് ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യട്ടെ. സമയം ഇപ്പം തന്നെ 9:30 മണി കഴിഞ്ഞു കേട്ടോ. ഒരാൾ സാധാരണ ഈ സമയത്ത് നല്ല രീതിക്ക് കിടന്ന് ഉറങ്ങുന്ന ഒരാൾ ഇന്ന് ഉറങ്ങാതെ കിടക്കുകയാണ്. അകത്ത് കിടത്തിയിട്ട് കിടക്കുന്നില്ല, ഒരു വിധത്തിൽ കിടക്കുന്നില്ല. ഇവിടെ വന്ന് കിടന്ന് ബഹളം തന്നെ, ബഹളത്തോട് ബഹളം. എന്തിനാണ് ബഹളം? ഉറങ്ങുന്നില്ലേ അറുസേ? നീ ഉറങ്ങാത്ത എന്ത്? നീ ഉറങ്ങാത്ത കാര്യം എന്ത്? ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത എന്ത്? എടി പാറു, നീ ഉടുപ്പ് താത്തേ. ഇനി അതിലെനിക്ക് കോപ്പിറൈറ്റ് വരും. കോപ്പിറൈറ്റ് അല്ലെങ്കിൽ യൂട്യൂബ് വാണിങ്ങി വരും. ഇനി ഒന്നും ഇവിടെ ആക്കൂല. വിളിയും കരച്ചിലും ബഹളവും. പോയി കിടന്ന് ഉറങ്ങടി. അറേ രുദ്രേ, ഉറങ്ങി ഉറങ്ങടി രുദ്രേ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പരിപാടികളെല്ലാം ഓക്കെ ആയിരിക്കാണ്, സെറ്റ് ആയിരിക്കാണ്. ഞാനിനി പാചകം സുലയ്ക്ക് കൈമാറുകയാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള പരിപാടി സുലയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം എന്താണ്, പാൻ എടുത്ത് വെച്ച് തീ കത്തിച്ച് എണ്ണ ഒഴിക്കുക. ആദ്യം എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ച് വരുമ്പോൾ സവാള തന്നെ. സവാള വഴറ്റണം. എണ്ണ തിളച്ചോണ്ട് അവിടെ ഇങ്ങോട്ട് വന്നിട്ടാണ് വിളിക്കണേ. സവാള നമുക്കൊരു ബ്രൗൺ കളർ ആവുന്ന വരെ സവാള നല്ല രീതിക്ക് വഴറ്റണം കേട്ടോ. സവാള നല്ല രീതിക്ക് നമുക്ക് വഴറ്റി വരട്ടെ. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചേർക്കണം. നല്ല രീതിക്ക് പച്ചമണം മാറുന്ന വരെ ഇളക്കി ചേർക്കുക. തക്കാളി ചേർക്കണേ. തക്കാളി നല്ല രീതിക്ക് പേസ്റ്റ് ആവുന്ന വരെ ചേർക്കണേ. ഒരാൾ ഇതുവരെ ഉറങ്ങില്ല കേട്ടാ. ബഹളം എന്ന് പറഞ്ഞാൽ അമ്മാതിരി ബഹളം. എന്തിന് ചെയ്യാന്ന് പറ. മറ്റേ ഈ സമയത്തൊക്കെ നല്ല രീതിക്ക് കൂർക്കം വലിച്ചിടന്ന് ഉറങ്ങുന്ന ആളാണ്. ഇവിടെ എന്തൊരു പരിപാടി. വയറത്തെ വീട്ടിലിരിക്കുകയാണ്. പുള്ളിക്കാരുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കണം. പോയിരുന്ന് സംസാരിച്ച് കളിച്ചു കൂടെ ഇരിക്കണം. അതിനാണ് ഈ കിടന്ന് വിളിക്കണം. മുളക് പൊടി ചിരിച്ചോ, സന്തോഷത്തിലിട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, അപ്പോൾ രുദ്ര ഒരു വിധത്തിൽ ഇരിക്കുന്നില്ല കേട്ടാ.
പിന്നെ ഇത്രയും കൊണ്ട് സുല റൂമിലോട്ട് പോയിരിക്കണം. ഇനിയിപ്പോൾ ബാക്കി പരിപാടി ഞാൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ ഇതിൻ്റെ മസാലയിലൊക്കെ പച്ചമണം ഒന്ന് മാറട്ടെ, അതുവരെ നമുക്ക് വയറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഒരുവിധം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ മസാല തേച്ച് വെച്ചിരുന്ന നമ്മുടെ കൂട്ടി, അതായത് കൊക്ര ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ, എന്താണെന്നുള്ളത്. സംഭവം എനിക്ക് കമൻസൊക്കെ ഒരുപാട് കുറവാണ് കേട്ടോ. നമ്മൾ ഒരുപാട് പേര് കാണുന്നുണ്ട്, പിന്നെ നമ്മുടെ സിംഗിളായിട്ടുള്ള വീഡിയോസൊക്കെ ഒരുപാട് വ്യൂസ് കുറവാണ്. സംഭവം എപ്പോഴും പറയുന്ന പോലെ എന്താണ്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ എല്ലാവരുടെ എന്താണ് അഭിപ്രായം, നിങ്ങൾക്കുള്ള അഭിപ്രായം നല്ലതായാലും ചീത്തയായാലും തീർച്ചയായിട്ടും അത് അറിയിക്കുക. ഓക്കെ, ഇത് നല്ലപോലെ ഒന്ന് മസാല പിടിക്കട്ടെ. കറി ഒരുവിധം നമ്മൾ കുറച്ച് ഗ്രേവിയെ ചേർക്കുന്നുള്ളൂ. റോസ്റ്റ് പരുവത്തിനാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്കിത് ഇനി വേറൊരു പരിപാടിയുണ്ട്. ഇതിപ്പോൾ ഒരുവിധം റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത കുറച്ച് നമ്മുടെ തേങ്ങയുടെയും കൊച്ചുള്ളിയുടെയൊക്കെ പരിപാടിയുണ്ട്. ഇനി അതിലോട്ടാണ്. അപ്പോൾ വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ ചെറിയുള്ളി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. അതിന് നല്ല രീതിക്കൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വാടട്ടെ. അപ്പോൾ തേങ്ങാത്തൊത്തും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി വാടിയതിന് ശേഷം പിന്നെ ഉണ്ടായിരുന്ന തേങ്ങാത്തൊത്ത് ചേർത്ത് ലാസ്റ്റ് തേങ്ങാത്തൊത്തും ചേർത്ത് നമുക്ക് ഉള്ളി ഒരുവിധം ഗോൾഡൻ കളറായി വരാം. തേങ്ങാത്തൊത്ത് അത്രയും വേണ്ട, തേങ്ങാത്തൊത്ത് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി, സോഫ്റ്റായി വന്നാൽ മതി. ഓക്കെ, ഒരുവിധം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇതിത്ര ചേർത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കി പിടിപ്പിക്കുകയാണ് കേട്ടോ. ഇനി വന്നിട്ട് നമുക്കിത് നേരത്തെ കറി വെച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഊട്ടിക്കറിയിലേക്ക് മാറ്റാം. അത് നല്ല തിക്കായിട്ടിരിക്കുകയാണ് കേട്ടോ, നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല കുഴമ്പ് പരുവത്തിനിരിക്കുകയാണ്. അതിലേക്ക് നമ്മുടെ ഇപ്പോൾ ചേർത്ത് വെച്ച മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് യോജിപ്പിക്കണം. നമ്മുടെ ഊട്ടിക്കറി ഒരുവിധം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയില വേണമായിരുന്നു കേട്ടോ. മല്ലിയില ഇല്ല, മല്ലിയിലൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി ഇത് ഒന്ന് വെള്ളം വറ്റി ചെറുതായിട്ടൊന്ന് പച്ചമണം മാറിയാണ് നമുക്ക് ഇറക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ കൊക്കറക്കറി അല്ലെങ്കിൽ ഊട്ടിക്കറി റെഡി ആയിരിക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അച്ഛൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സെർവ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, മധുരക്കിഴങ്ങിരിപ്പുണ്ട്. മധുരക്കിഴങ്ങും ഊട്ടിക്കറി. മധുരക്കിഴങ്ങ് ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഊട്ടിക്കറി അല്ലെങ്കിൽ കൊക്കറക്കറി
ഗാർണിഷ് ചെയ്യാനൊന്നും സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് ഗാർണിഷ് ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഊട്ടിക്കറിയും മധുരക്കിഴങ്ങും. നമുക്കിത് അച്ഛനെ കൊടുത്ത് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റല്ല, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കേ, എവിടെ എന്നാട്ടെ ഒന്നോട്ടെ. ഒരുപാട് നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ അച്ഛൻ. പോരാ പോരാന്നല്ല, എന്തിനാണ് കുഴപ്പം? അത് പറ. മിസ്റ്റേക്ക് എന്തിനാണെന്ന് പറയൂ. കുഴപ്പമില്ല. എന്നാലും എന്തെങ്കിലും മിസ്റ്റേക്ക് വരും. മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഉള്ളി ഇടുന്ന ശകലം മധുരം, അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അച്ഛൻ കൊള്ളാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത സുലയ്ക്ക് കൊണ്ടുപോകും നോക്കാം. സുല റൂമിനകത്താണ്. സുലയ്ക്ക് കൊണ്ടു കൊടുത്തു. ഓക്കെ സുലേ, സത്യസന്ധമായിട്ട് മറുപടി പറയാം. നിനക്കെന്തിനാണ് തോന്നുന്നത്? കൊള്ളാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സംഭവം വിജയിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അത് വേറെ, ഇത് വേറെ. അപ്പോൾ ഒരു പീസ് മധുരക്കിഴങ്ങ്, കുറച്ച് കൊക്കറ, മോനെ നല്ല ക്വാണ്ടിറ്റി ഇട്ട് ഇത് ഞാൻ ഇതേ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. സാധനം വരട്ടെ. അപ്പം ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ. അടിപൊളി സാധനം കേട്ടോ, അടിപൊളി സാധനം. സത്യമായിട്ട് ഇത് ഞാൻ നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും. സാധനം കിട്ടിക്കോട്ടെ, അതിനുള്ള സാധനം കിട്ടിയാൽ നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കും. അത്രയ്ക്ക് അടിപൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഇനിയും കുക്കിംഗ് വീഡിയോസ് ഉണ്ടാവും. അതുവരെ ടാറ്റാ.